നമസ്തേ കുട്ടികളെ, ഹിന്ദി സ്റ്റഡി സർക്കിൾ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ 8ാം ക്ലാസ്സിലെ പിതാ കാ പ്രായശ്ചിത് എന്ന പാഠത്തിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. വിക്ടേഴ്സിൽ ടീച്ചർ എടുത്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പം എല്ലാവരും ഇത് ആദ്യം മുതൽ അവസാനം വരെ കാണണം. നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുകയും വേണം. സംസ്മരൺ ക്യാ ഹേ? സംസ്മരൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സംസ്മരൺ മേ അപ്നെ അനുഭവം കി യാദ് കി ജാതി ഹേ. സംസ്മരൺ ഓർമ്മക്കുറിപ്പ്. ഓർമ്മക്കുറിപ്പിൽ തൻ്റെ അനുഭവങ്ങളെ ഓർത്തെടുക്കലാണ്, അതിനെ ഒന്നുകൂടി ഓർമ്മിക്കലാണ്. അതാണ് സംസ്മരൺ. യഹ് കിസ്കാ സംസ്മരൺ ഹേ? ഇത് ആരുടെ ഓർമ്മക്കുറിപ്പാണ്? യഹ് അരുൺ ഗാന്ധി കാ സംസ്മരൺ ഹേ. ഇത് അരുൺ ഗാന്ധിയുടെ ഓർമ്മക്കുറിപ്പാണ്. പാഠ് കാ നാം ക്യാ ഹേ? പാഠത്തിന്റെ പേരെന്താണ്? പിതാ കാ പ്രായശ്ചിത്. അച്ഛന്റെ प्रायश्चित्वम. इस संस्मरण में वे अपने 16 बरस के विशेष अनुभवों को बता रहे हैं. അനുഭവ് കിസ്സെ സംബന്ധിത് ഹെ? ഈ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം തൻ്റെ 16 വയസ്സുള്ള ആ സമയത്ത് വിശേഷ അനുഭവങ്ങൾ, പ്രധാനപ്പെട്ട അനുഭവങ്ങൾ ബതാ രഹേ ഹെ, പറയുകയാണ്. അനുഭവ കിസ്സെ സംബന്ധിത് ഹെ? ഇതിൽ വന്നിട്ടുള്ള അനുഭവങ്ങൾ ആരുമായി ബന്ധമുള്ളതാണ്? വേ അപ്നെ പിതാ മണിലാൽ ഗാന്ധി സെ സംബന്ധിത് കുछ വിശേഷ അനുഭവ ബതാത്തെ ഹെ. അദ്ദേഹം അരുൺ ഗാന്ധി അപ്നെ പിതാ മണിലാൽ ഗാന്ധി സെ, തൻ്റെ അച്ഛനായ മണിലാൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് വിശേഷ അനുഭവങ്ങളാണ് പറയുന്നത്. ഉസ് സമയ അരുൺ ഗാന്ധി കഹാ രഹത്തെ थे? ആ സമയത്ത് അരുൺ ഗാന്ധി എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? വേ അപ്നെ പരിവാർ കെ സാത്ത് ഡർബൻ കെ ഏക് ആശ്രം മേ രഹത്തെ थे. അദ്ദേഹം തൻ്റെ കുടുംബത്തോടൊപ്പം ഡർബനിലെ ഒരു ആശ്രമത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ഈ ആശ്രം കി സ്ഥാപന കിസ്നെ കി थी? ഈ ആശ്രമത്തെ സ്ഥാപിച്ചത് ആരായിരുന്നു? അരുൺ ഗാന്ധിക്ക് ദാദാജി മഹാത്മാഗാന്ധിനെ. അരുൺ ഗാന്ധിയുടെ മുത്തശ്ശനായ മഹാത്മാഗാന്ധിയായിരുന്നു ഈ ആശ്രമം സ്ഥാപിച്ചത്. വേ അപ്നി ബഹനോ കെ സാത്ത് ഷഹർ ജാനെ കി പ്രതീക്ഷാ മേ രഹത്തെ थे. ക്യോ? അദ്ദേഹം തന്റെ സഹോദരിമാരുടെ കൂടെ പട്ടണത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷയിലായിരുന്നു. എന്തുകൊണ്ടാണ് അവരെല്ലായ്പ്പോഴും പട്ടണത്തിലേക്ക് പോകാൻ പ്രതീക്ഷിച്ചിരുന്നിരുന്നത്? ക്യോങ്കി വഹാ കോയി പടോസി നഹീ थे. എന്തെന്നാൽ അവിടെ ഒരു അയൽക്കാരും അവർക്ക് ഉണ്ടായിരുന്നില്ല. അരുൺ ഗാന്ധി ഹമേശ ഷഹർ ജാനാ ചാഹത്തെ थे. ക്യോ? അരുൺ ഗാന്ധി എല്ലായ്പ്പോഴും പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നു. ക്യോ? എന്തുകൊണ്ട്? ഷഹർ സെ ദൂർ രഹനെ കെ കാരൺ ഉൻകെ കോയി പടോസി നഹീ थे. പട്ടണത്തിൽ നിന്നും ഒരുപാട് ദൂരെ താമസിക്കുന്നത് കാരണം അവർക്കൊരു അയൽവക്കാരും ഉണ്ടായിരുന്നില്ല. വേ അപ്നെ മിത്രോ സെ മിൽനാ ചാഹത്തെ थे. അദ്ദേഹം തന്റെ കൂട്ടുകാരന്മാരോട് കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചിരുന്നു. और സിനിമാ ഘർ മേ ഫിൽമേ ഭി ദേഖ്നാ ചാഹത്തെ थे. തിയേറ്ററിൽ ഫിലിം കാണാനും ആഗ്രഹിച്ചിരുന്നു. അരുൺ ഗാന്ധി കെ പിതാജി ക്യോം ഷഹർ ജാനാ ചാഹത്തെ थे? അരുൺ ഗാന്ധിയുടെ അച്ഛൻ എന്തുകൊണ്ടാണ് പട്ടണത്തിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നത്? വഹാം ഷഹർ മേ പൂരെ ദിൻ കി ഏക് മീറ്റിംഗ് थी. അവിടെ പട്ടണത്തില് മുഴുവനായിട്ടുള്ള ഒരു ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. പിതാജിനെ അരുൺ ഗാന്ധി സെ ക്യാ കഹാ था? അച്ഛൻ അരുൺ ഗാന്ധിയോട് എന്തായിരുന്നു പറഞ്ഞിരുന്നത്?
शहर में कई बकाया कामों को पूरा करने को कहा था. പട്ടണത്തില് പല ബാക്കിയുള്ള ജോലിയും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തീർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. अरुण गांधी के पिताजी ने उनसे कितने समय पर मीटिंग की जगह पर आने को कहा था. അരുൺ ഗാന്ധിയുടെ അച്ഛൻ എത്ര സമയത്താണ് അദ്ദേഹത്തോട് മീറ്റിംഗിന്റെ സ്ഥാനത്തേക്ക് വരാൻ പറഞ്ഞിരുന്നത്? ठीक 5 बजे, കൃത്യം 5 മണി. क्या अरुण गांधी ठीक समय पर आ पहुंचे थे? क्यों? എന്താ അരുൺ ഗാന്ധി കൃത്യസമയത്ത് എത്തിയിരുന്നോ? क्यों? എന്തുകൊണ്ട്? नहीं, ഇല്ല അല്ലേ, അദ്ദേഹം എത്തിയില്ല. क्योंकि वे एक सिनेमा देखने चले गए थे. അദ്ദേഹം ഒരു സിനിമ കാണാൻ വേണ്ടി പോയിരുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ പറ്റിയില്ല. अरुण गांधी पिताजी से क्या झूठ बोले? अरुण गांधी അച്ഛനോട് എന്ത് കളവാണ് പറഞ്ഞത്? अरुण गांधी अपने पिताजी से झूठ बोले कि कार तैयार नहीं थे. अरुण गांधी തന്റെ അച്ഛനോട് കള്ളം പറഞ്ഞു. എന്ത്? कि कार तैयार नहीं थे, കാർ റെഡി ആയിരുന്നില്ല. इसलिए देर हो गई, ഇതുകൊണ്ട് സമയം വൈകി എന്ന്. अपने बेटे की गलती पर पिता का प्रायश्चित देकर अरुण गांधी पर क्या प्रभाव पड़ा? തന്റെ മകൻ ചെയ്ത തെറ്റില് പിതാജി കാ പ്രായശ്ചിത് ദേക്കർ, അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അരുൺ ഗാന്ധിക്ക് എന്താണ് അദ്ദേഹത്തിനെ സ്വാധീനിച്ചത്? ഉन्होंने सबक सीख लिया कि वे आगे झूठ नहीं बोलेंगे. അദ്ദേഹം ഒരു പാഠം പഠിച്ചു. എന്ത്? വേ ആകെ झूठ नहीं बोलेंगे, ഇനി മുതൽ അദ്ദേഹം ഒരിക്കലും കളവ് പറയില്ല എന്ന്. अरुण गांधी अपने पिता के प्रायश्चित को यहाँ क्या कहते हैं? അരുൺ ഗാന്ധി തന്റെ അച്ഛന്റെ പ്രായശ്ചിത്തം ചെയ്യലിനെ ഇവിടെ എന്താണ് പറയുന്നത്? അഹിംസക ഘടന അല്ലെ, ഹിംസിക്കാത്ത സംഭവം, വേദനിപ്പിക്കാത്ത ഒരു സംഭവം. അച്ഛൻ എന്തായാലും ശിക്ഷിച്ചില്ലല്ലോ മകനെ. അഹിംസ ക്യാ ഹെ? അഹിംസ എന്ന് പറഞ്ഞാൽ എന്താ? അഹിംസ മാനെ കിസി പ്രാണിക്കോ ദുഃഖ ന പहुंचाന. അഹിംസ എന്ന് പറഞ്ഞാൽ ഒരു പ്രാണിയെയും ഒരു ജീവിയെയും ദുഃഖിപ്പിക്കാതിരിക്കൽ, വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്. ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ പാഠഭാഗത്തിലെ സൈഡ് ബോക്സ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. വോ झूठ बोला, അവൻ കളവ് പറഞ്ഞു. കാർ തയ്യാർ നഹി ഥി, കാറ് റെഡി ആയിരുന്നില്ല. അച്ഛനോട് സമയം വൈകിയപ്പോൾ അവൻ പറഞ്ഞ കളവാണല്ലോ, കാറ് റെഡി ആയിരുന്നില്ല. ഇസ്ലിയേ ദേർ ഹോ ഗയി, ഇതുകൊണ്ടാ സമയം വൈകിയത്. ഇസ് തരഹ് झूठ बोलना क्या सही है? ഈ വിധത്തില് കളവ് പറയല് എന്താ ശരിയാണോ? ക്യോ, എന്തുകൊണ്ട്? അപ്പോ ശരിയാണ് എന്നുണ്ടെങ്കിലും എന്തുകൊണ്ട്, ഇല്ല എന്നാണെങ്കിലും എന്തുകൊണ്ട്, അതിന്റെ ആൻസർ നമ്മൾ എഴുതിയിരിക്കണം. अरुण गांधी कभी लज्जा के कारण या डर के कारण इस तरह झूठ बोला होगा. അല്ലെ, അരുൺ ഗാന്ധി ഒരു പക്ഷേ ലജ്ജാ കെ കാരൻ, നാണം കാരണോ, ജോൺ ബെന്റെ ഫിലിം കാണുമായിരുന്നു, ഇംഗ്ലീഷ് ഫിലിം കാണുമായിരുന്നു എന്നുള്ള ആ ഒരു മടി കാരണം, അതല്ലെങ്കിൽ ഡർ കെ കാരൻ, അച്ഛനോടുള്ള ഭയം കാരണം, സമയം വൈകിയതിലുള്ള ആ ഭയം കാരണം, ഇസ് തര झूठ बोला होगा, ഈ വിധത്തിൽ കളവ് പറഞ്ഞതായിരിക്കും. झूठ बोलने से तत्काल फायदा होता है, കളവ് പറയുന്നത് കൊണ്ട് താൽക്കാലിക നേട്ടം ഉണ്ടാവുകയുള്ളൂ. इससे भविष्य में बहुत बड़ा नुकसान होगा, അങ്ങനെ കളവ് പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് വലിയ നഷ്ടം തന്നെയായിരിക്കും സംഭവിക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വലിയ നഷ്ടം ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ. ക്വസ്റ്റ്യൻ, घर तक की 18 मील की दूरी पैदल चलकर ही तय करूंगा. വീട് വരെയുള്ള 18 മൈൽ ദൂരം കാൽനടയായി നടക്കാൻ തന്നെ ഞാൻ തയ് കരൂംഗ, തീരുമാനിച്ചു. മണിലാൽ ഗാന്ധി के इस निर्णय से आप सहमत है? क्यों?
മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തിൽ നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ക്യോ, എന്തുകൊണ്ട്? അപ്പോ ആപ് സഹമത് ഹേ എന്ന് പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോ പാഠത്തു നിന്നും കാണാറുണ്ട്. നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ രീതിയിൽ. ആപ് സഹമത് ഹേ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യന് ആൻസർ ആയിട്ട് ഞാൻ യോജിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ സഹമത് ഹൂ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കണം. എന്നിട്ട് പിന്നെ ക്യോം എന്നുള്ളതിന്റെ ആൻസറും കൊടുക്കണം. ഇനിയില്ല മേ സഹമത് നെഹി ഹൂ, ഞാൻ യോജിക്കുന്നില്ല എന്നാണെങ്കിൽ ഞാൻ യോജിക്കുന്നില്ല മേ സഹമത് നെഹി ഹൂ എന്ന് കൊടുക്കുക. ശേഷം അതിന്റെ കാരണവും ക്യോ, എന്തുകൊണ്ട് എന്നുള്ളതിന്റെ കാരണവും കൊടുക്കുക. ആൻസർ ശ്രദ്ധിക്കുക. മണിലാൽ ഗാന്ധി കെ ഇസ് നിർണയ സെ മേ സഹമത് ഹൂ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് മണിലാൽ ഗാന്ധിയുടെ ഈ തീരുമാനത്തിന് മേ സഹമത് ഹൂ, ഞാൻ യോജിക്കുന്നുണ്ട്. ഇനി ക്യോം എന്നുള്ളതിന്റെ ആൻസർ ക്യോം കി, എന്തുകൊണ്ടെന്നാൽ യദി കോയി സസാ ദേത്തി തോ, ഒരുപക്ഷെ എന്തെങ്കിലും ഒരു സസാ ദേത്തി തോ, ശിക്ഷ നൽകിയിരുന്നു എങ്കിൽ ബേട്ടെ പർ ഇത്നെ അസർ നഹി ഹോത്ത, മകനിൽ ഇത്രമാത്രം സ്വാധീനിക്കുമായിരുന്നില്ല. അച്ഛൻ അടിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്രമാത്രം മകനെ സ്വാധീനിക്കുമായിരുന്നില്ല. സദാ ദേനെ കെ ബാദ് ബി, ശിക്ഷ നൽകിയതിന് ശേഷവും വോ ഷായത് ഝൂട്ട് ബോൽനേക, അവനൊരു പക്ഷേ ഝൂട്ട് ബോൽനേക, തന്റെ കളവ് പറയുന്ന അപ്നി ആദത്ത്, തന്റെ സ്വഭാവം നഹി ബദൽത്ത, ഒരിക്കലും മാറ്റുമായിരുന്നില്ല. അപ്നെ ഝൂട്ട് പർ പിതാജി കോ പ്രായശ്ചിത് കർത്തേ ദേഖ്, തന്റെ കളവില്, തന്റെ തെറ്റില്, തന്റെ കളവ് പറയലില് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുന്നത് കണ്ടപ്പോ ആകെ കോയി ഗൽത്തി നഹി കരേക, മുന്നോട്ട് അവൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യില്ല. കാരണം അവൻ അതിൽ നിന്നും ഒരു വലിയൊരു പാഠം തന്നെയാണ് അവൻ പഠിച്ചത്. കാരണം അവൻ ചെയ്ത തെറ്റിന് അച്ഛൻ പ്രായശ്ചിത്തം ചെയ്യുകയാണ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിലുള്ളത് സഹി മിലാൻ കരെ, ശരിയായത് കൂട്ടിയോജിപ്പിക്കാനാണ്. പാഠത്തില് 2 വട്ടട്ട് 2 കോളത്തിൽ എഴുതിയത് കാണാം. ഒരേ അർത്ഥം വരുന്ന പദങ്ങളാണത്. അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ ആൻസർ തന്നെയാണ്, നേരെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക. വർഷ്, വർഷ് എന്ന് പറഞ്ഞാൽ വർഷം. അപ്പൊ അതിന് അതേ ഹിന്ദിയിലെ മറ്റൊരു വാക്കാണ് ബരസ്. അടുത്തത് സുദൂർ, വിദൂരതയിൽ, ദൂരെ, ദൂർദരാജ്. പ്രദേശ്, പ്രദേശം. ഇലാക്ക, ഇലാക്ക എന്ന് പറഞ്ഞാലും പ്രദേശം. മോക്ക, അവസർ, മോക്ക എന്ന് പറഞ്ഞാല് അവസരം, അവസർ. പ്രതീക്ഷ, പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കുക. ഇന്തസാർ, അത് ഹിന്ദിയിലുള്ള മറ്റൊരു വാക്കാണ് ഇന്തസാർ. അപ്പൊ അത് നോക്കി അർത്ഥം മനസ്സിലാക്കി എഴുതിയെടുക്കുക. മറ്റൊരു സഹി മിലാൻ കൂടി വിക്ടേഴ്സ് ചാനലില് ടീച്ചർ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണിത്, ശ്രദ്ധിക്കുക. അരുൺ ഗാന്ധി പരിവാർ കെ സാത്ത്, അരുൺ ഗാന്ധി കുടുംബത്തോടൊപ്പം, അതിന്റെ ബി കോളത്തില് ദക്ഷിണാഫ്രിക്ക മേ രഹതാ ഥാ, ദക്ഷിണാഫ്രിക്കയിൽ താമസിച്ചിരുന്നു. ആൻസർ ആയിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ആശ്രം കി സ്ഥാപന, ആശ്രമത്തിന്റെ സ്ഥാപന മഹാത്മാഗാന്ധിനെ കീ ഥി, മഹാത്മാഗാന്ധിയായിരുന്നു ചെയ്തത്. അരുൺ ഗാന്ധിക്കോ, അരുൺ ഗാന്ധിക്ക് സിനിമ പസന്ത് ഥാ, സിനിമ ഇഷ്ടമായിരുന്നു. ഏക് ദിൻ അരുൺ ഗാന്ധിക്കോ, ഒരു ദിവസം അരുൺ ഗാന്ധിക്ക് ഷഹർ ജാനെ കാ മൗക മിൽ ഗയാ, പട്ടണത്തിൽ പോകാനുള്ള അവസരം കിട്ടി. മണിലാൽ ഗാന്ധി നെ അരുൺ ഗാന്ധി സെ, മണിലാൽ ഗാന്ധി അരുൺ ഗാന്ധിയോട് 5 ബജെ വാപ്പസ് ആനെ കോ കഹാ ഥാ, 5 മണിക്ക് മടങ്ങി വരാൻ പറഞ്ഞിരുന്നു. ദേർ സെ ആക്കർ അരുൺ ഗാന്ധി, വൈകി വന്ന് അരുൺ ഗാന്ധി പിതാജി സെ ഝൂട്ട് ബോലെ, അച്ഛനോട് കളവ് പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ നേരെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് നോക്കി
മനസ്സിലാക്കുക, അർത്ഥം നോക്കി മനസ്സിലാക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. അർത്ഥഭേദ സംശയം, അർത്ഥവ്യത്യാസം മനസ്സിലാക്കൂ. डरबन से 18 मील दूर एक आश्रम में रहता है. ഡർബണിൽ നിന്നും 18 മൈൽ ദൂരം ഒരു ആശ്രമത്തിൽ താമസിക്കുന്നു. डरबन से 18 मील दूर एक आश्रम में रहता था. ഡർബണിൽ നിന്നും 18 മൈൽ ദൂരം ഒരു ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ഈ രണ്ട് വാക്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചോ കുട്ടികളെ? എന്താ ഇതിൽ വ്യത്യാസം? ആദ്യത്തെ വരിയില് രഹത്താ ഹേ എന്നും രണ്ടാമത്തെ വരിയില് രഹത്താ ഥ എന്നും അല്ലെ? നമുക്കറിയാം നമ്മൾ പഠിക്കുന്നത് ഒരു ഓർമ്മ കുറിപ്പാണ്. അപ്പോൾ പാസ്റ്റ് ആയിരിക്കും, അതിൽ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുക അല്ലെ? അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ രണ്ട് വരിയിൽ നിന്നും ഏത് വരിയാണ് നമ്മുടെ പാഠഭാഗത്ത് വന്നിട്ടുള്ളത്? डरबन से 18 मील दूर एक आश्रम में रहता था अले. तो डरबन से 18 मील दूर एक आश्रम में रहता है എന്നുള്ള ഫസ്റ്റ് വരിയിൽ അതിലെ ക്രിയ നടക്കുന്ന കാലം ഏതാണ്? അതിലെ ക്രിയ ഏതാണ്? രഹത്താ ഹെ, താമസിക്കുന്നു എന്നുള്ളത് അല്ലേ? അപ്പൊ അത് ഏത് കാലത്തിലാണ് നടക്കുന്നത്? രഹത്താ ഹെ എന്നുള്ളത് പ്രസന്റ് ടെൻസ് ആണ്, വർത്തമാൻ കാൽ അല്ലെ? അതിന്റെ താഴെയുള്ള വരിയോ ഡർബൻ സെ 18 മീൽ ദൂർ ഏക് ആശ്രം മേ രഹത്താ ഥാ. ഡർബണിൽ നിന്നും 18 മൈൽ ദൂർ ആശ്രമത്തിൽ താമസിച്ചിരുന്നു. ആ വരിയിലെ ക്രിയ നടക്കുന്ന കാലം ഏതാണ്? കഴിഞ്ഞ കാലമാണ് അല്ലേ? ഭൂതകാൽ, അതിന് ഹിന്ദിയിൽ പറയുന്ന പേരാണ് ഭൂതകാൽ. വർത്തമാൻ കാൽ എന്ന് പറഞ്ഞാല് പ്രവൃത്തി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഭൂതകാൽ എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലാണ്. ആശ്രമത്തിൽ താമസിച്ചിരുന്നു. रहता है और रहता था में अर्थ की दृष्टि से क्या फर्क है? रहता है എന്നുള്ള പദത്തിലും रहता था എന്ന പദത്തിലും अर्थ की दृष्टि से അതിന്റെ അർത്ഥത്തിന്റെ നോട്ടത്തിൽ क्या फर्क है, എന്താ വ്യത്യാസം? അർത്ഥത്തിലുള്ള വ്യത്യാസം എന്താണ്? रहता है എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു പ്രസന്റിലാണ് ഉപയോഗിക്കുക, വർത്തമാൻ കാലത്തിൽ. रहता था എന്നുള്ളത് था വന്നു കഴിഞ്ഞാൽ പാസ്റ്റ് ആണ്. रहता है क्रिया का वर्तमान कालिक रूप है. रहता है എന്നുള്ളത് ക്രിയയുടെ വർത്തമാൻ കാലരൂപമാണ്, നമ്മൾ പറഞ്ഞല്ലോ. जबकि रहता था भूतकाल को सूचित करता है. रहता था എന്നുള്ളത് ഭൂതകാലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ था है का भूतकालिक रूप है. था എന്നുള്ളത് ആയിരുന്നു, था എന്ന് പറഞ്ഞാൽ ആയിരുന്നു. ഹേ എന്നുള്ളതിന്റെ ഭൂതകാലിക് രൂപമാണ്. ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്ന്. തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. പാഠഭാഗത്തിൽ വന്നിട്ടുള്ള മറ്റു രണ്ട് വരികൾ ശ്രദ്ധിക്കൂ. मैम और मेरी दो बहनें हमेशा शहर जाने के इंतजार में रहते हैं. ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും എല്ലായ്പ്പോഴും പട്ടണത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷയിലാകുന്നു, കാത്തിരിപ്പിലാണ്. मैं और मेरी दो बहनें हमेशा शहर जाने के इंतजार में रहते थे. ഞാനും എൻ്റെ രണ്ട് സഹോദരിമാരും എല്ലായ്പ്പോഴും പട്ടണത്തിലേക്ക് പോകാനുള്ള പ്രതീക്ഷയിലായിരുന്നു. അപ്പൊ ഇവിടെയും രഹത്തെ ഹേ എന്നും രഹത്തെ ഥേ എന്നും കാണുന്നുണ്ടല്ലോ. അപ്പൊ അതിലെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രഹത്തെ ഹേ എന്നുള്ളത് പ്രസന്റിലും വർത്തമാൻ കാലത്തിലും, രഹത്തെ ഥേ എന്നുള്ളത് പാസ്റ്റിലും എന്നുവെച്ചാൽ ഭൂതകാലത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പാഠഭാഗത്തിൽ ഏതാ വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അടുത്ത പാഠഭാഗത്തിൽ വന്നിട്ടുള്ള വരികൾ ശ്രദ്ധിക്കൂ. വഹാം
ദൂർ തക് ഗന്നെ കെ ഖേത്ത് ഹേ. അവിടെ ദൂരെ വരെ ഗന്നെ കെ കരിമ്പിന്റെ തോട്ടങ്ങളാകുന്നു. വഹാം ദൂർ തക് ഗന്നെ കെ ഖേത്ത് ഥേ. അവിടെ ഒരുപാട് ദൂരം വരെ കരിമ്പിന്റെ തോട്ടങ്ങൾ ആയിരുന്നു. ഖേത്ത് ഹേ എന്നും ഖേത്ത് ഥേ എന്നും. അപ്പൊ ഖേത്ത് ഹേ എന്നുള്ളത് വർത്തമാനകാലിക രൂപമാണ്. ഖേത്ത് ഥേ അതിന്റെ ഭൂതകാലിക രൂപമാണ്. മനസ്സിലായല്ലോ നിങ്ങൾക്കത്? അപ്പൊ ഇനി പാഠഭാഗത്തിന് ഇത്തരത്തിലുള്ള വർക്കുകൾ, വരികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ ഇതുപോലെയുള്ള കുറച്ച് വാക്യങ്ങൾ തരുന്നുണ്ട്. ഇത് നിങ്ങളൊന്ന് മാറ്റി എഴുതാൻ ശ്രമിക്കുക. നമൂനെ കെ അനുസാർ വാക്യ ബദൽ കർ ലിഖിയെ. മാതൃക അനുസരിച്ച് വാക്യം മാറ്റി എഴുതുക. ലഡ്ക ആതാ ഹെ. ലഡ്ക ആതാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ? ആൺകുട്ടി വരുന്നു. പ്രസന്റ് ടെൻസിലാണ്. അത് പാസ്റ്റ് ടെൻസിലേക്ക് എങ്ങനെ മാറ്റുക? ലഡ്ക ആതാ ഥാ. ഇപ്പൊ വന്ന മാറ്റം കണ്ടില്ലേ? അടുത്തത് ലഡ്കി പഠിത്തി ഹെ. പെൺകുട്ടി പഠിക്കുന്നു. പ്രസന്റ് ടെൻസിലാണ്, വർത്തമാൻ കാലത്തിലാണിത്. അത് ഭൂതകാലത്തിലേക്ക്, പാസ്റ്റ് ടെൻസിലേക്ക് എങ്ങനെയാ മാറ്റുക? ലഡ്കി പഠിത്തി ഥീ. അതുപോലെ വഹ് സിനിമ ദേഖ്താ ഹെ. അവൻ സിനിമ കാണുന്നു. അത് പാസ്റ്റിലേക്ക് മാറ്റി എങ്ങനെയാണ്? വഹ് സിനിമ ദേഖ്താ ഥാ. അവൻ സിനിമ കണ്ടിരുന്നു. അതുപോലെ അടുത്ത വരിയൊന്ന് നിങ്ങൾ എഴുതാൻ ശ്രമിക്കൂ. വേ ഘർ ജാ രഹേ ഹെ. പ്രസന്റ് ടെൻസിലാണല്ലോ, അതിനി പാസ്റ്റിലേക്കാക്കൂ. വേ ഘർ ജാ ഡാഷ്. അവിടെ എന്താണെന്ന് വെച്ചൊന്ന് ഫില്ല് ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതണേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. പത്ര ലിഖേം. കത്തെഴുതാം. സംസ്മരൺ കേസാ ലഗാ. ഓർമ്മക്കുറിപ്പ് എങ്ങനെ തോന്നി? ഇഷ്ടായോ? പുത്ര കി ഗൽത്തി പർ പിതാജി നെ അപ്നെ ആപ് കോ സദാ ദി. മകന്റെ തെറ്റിൽ അച്ഛൻ സ്വയം ശിക്ഷ ഏറ്റുവാങ്ങി. ഇസി ദർദ് കെ എഹ്സാസ് സെ. ഈ വേദന അനുഭവിച്ചുകൊണ്ട് അരുൺ ഗാന്ധിനെ യേ നിർണയ ലിയ. അരുൺ ഗാന്ധി ഇത് തീരുമാനിച്ചു. മേ കഭി ഝൂട്ട് നഹി ബോലൂങ്ക. ഞാൻ ഒരിക്കലും കളവ് പറയില്ല. അപ്നാ ദർദ് വ ദോസ്ത് സെ ബാണ്ടെ ബിന നഹി രഹ സക. തന്റെ വേദന തന്റെ കൂട്ടുകാരനോട് പങ്കുവെക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല. ഉസ്നെ മിത്ര കോ പത്ര ലിഖ. അവൻ കൂട്ടുകാരന് കത്തെഴുതി. വഹ് പത്ര കൽപ്പന കർക്കെ ലിഖെ. ആ കത്ത് സങ്കൽപ്പിച്ചെഴുതൂ. പത്ര ലിഖ്തേ സമയ ധ്യാൻ ദേനെ കി ബാത്തേ. കത്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം ഇവിടെ കൊടുക്കുന്നത്. സ്ഥാൻ ഓർ താരീഖ്. പ്ലേസും ഡേറ്റും ഉണ്ടായിരിക്കണം. ഉചിത് സംബോധൻ. ഉചിതമായ സംബോധന ചെയ്തിരിക്കണം. വിഷയക്ക സഹി സംപ്രേഷൻ. വിഷയം ശരിയായ രീതിയിൽ പറഞ്ഞിരിക്കണം. സ്വനിർദ്ദേശ്. ആരാണ് എഴുതിയ ആള്, അയാളുടെ പേരുണ്ടായിരിക്കണം. പതാഹെ. പത അഡ്രസ്, അഡ്രസ്സും ഉണ്ടായിരിക്കണം. ആൻസർ എഴുതുമ്പോൾ ഇതുപോലെ എഴുതാൻ ശ്രദ്ധിക്കുക. പ്ലേസ് ആൻഡ് ഡേറ്റിന്റെ സ്ഥാനത്ത് ഡർബൺ പ്ലേസ് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് 2 നവംബർ 1950. അതിന് താഴെ ഉചിതമായ അഭിസംബോധനയാണ് വേണേ. അപ്പൊ അതിന് കൂട്ടുകാരനെ എഴുതുന്ന കത്തായതുകൊണ്ട് പ്രിയ മിത്ര. നമസ്കാർ. തും കേസേ ഹോ. നിനക്ക് സുഖമല്ലേ? സോച്താ ഹൂ ഖുശൽ സേ ഹോ. ചിന്തിക്കുന്നു സുഖമാണെന്ന്. ഹം യഹാ ഡർബൻ മേ ഖുഷി സേ ജീ രഹേ ഹെ. ഞങ്ങളിവിടെ ഡർബണിൽ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. मैं एक विशेष बात बताने के लिए ये चिट्ठी लिख रहा हूँ. ഞാനൊരു വിശേഷപ്പെട്ട കാര്യം പറയാനാണ് ഈ കത്ത് എഴുതുന്നത്. അപ്പോൾ അടുത്ത പാരഗ്രാഫിൽ ഇനി വിഷയത്തെ കുറിച്ചാകാം.
കൽ പിതാജി കോ മേരി ഗൽത്തി പർ പ്രാശ്ചിത് കർണാ പടാ. ഇന്നലെ അച്ഛന് എന്റെ തെറ്റില് പ്രാശ്ചിത്തം ചെയ്യേണ്ടതായിട്ട് വന്നു. ഹുവാ യക്കി, ഇതാണ് സംഭവിച്ചത്. പിതാജി കോ ഷെഹർ മേ, അച്ഛന് പട്ടണത്തില് കൽ ഏക് മീറ്റിംഗ് ഥി, ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാനെ ഉനെ കാർ സെ ഷെഹർ ഛോടാ, ഞാൻ അദ്ദേഹത്തെ കാറില് പട്ടണത്തിൽ കൊണ്ടുപോയി വിട്ടു. ഷാം 5 ബജെ ഹുവേ ലേനെ ജാനാ ഥാ, വൈകുന്നേരം 5 മണിക്ക് കൊണ്ടുവരണമായിരുന്നു. ലേക്കിൻ ജോൺ ബേൻ കാ സിനിമ ദേഖർ, പക്ഷേ ജോൺ ബേന്റെ ഫിലിം കണ്ട് മേ സമയ ഭൂൽ ഗയ, ഞാൻ സമയം മറന്നുപോയി. പിതാജീനെ ദേരി കെ കാരൻ പൂച്ഛനെ പർ, അച്ഛൻ വൈകിയ കാരണം ചോദിച്ചപ്പോ मैंने झूठ बोला कि ഞാൻ കളവ് പറഞ്ഞു. കാർ ठीक करके गैरेज से नहीं मिला, കാറ് ശരിയാക്കി ഗാരേജിൽ നിന്നും കിട്ടിയിരുന്നില്ല എന്ന്. ലേക്കിൻ പിതാജി ബാത് പഹലെ ഹി സമജ് ഗയേ थे, പക്ഷേ അച്ഛൻ കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കിയിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കൂ. പിതാജീനെ മേരെ झूठ को अपने गलती माना, അച്ഛൻ എൻ്റെ കളവിനെ, ഞാൻ പറഞ്ഞ കള്ളത്തരം, തൻ്റെ തെറ്റായിട്ട് അംഗീകരിച്ചു. വേ പ്രാശ്ചിത് കർത്തേ ഹുവേ ഘർ തക്ക രാസ്ത പൈദൽ ചലെ, അദ്ദേഹം പ്രാശ്ചിത്തം ചെയ്തുകൊണ്ട് വീട് വരെയുള്ള ദൂരം, ആ വഴി കാൽനടയായിട്ട് നടന്നു. യേ ദേക്കർ, ഇത് കണ്ടപ്പോ മുझे बहुत दुख हुआ, എനിക്ക് വളരെയധികം ദുഃഖമുണ്ടായി. मैंने ये निश्चय किया कि, ഞാൻ ഇത് തീരുമാനിച്ചു. अब मैं आगे झूठ नहीं बोलूंगा, ഇനി ഞാൻ ഒരിക്കലും കളവ് പറയില്ല. मैं ये घटना कभी नहीं भूलूंगा, ഞാൻ ഈ സംഭവം ഒരിക്കലും മറക്കില്ല. അങ്ങനെ കത്തിവിടെ അവസാനിപ്പിക്കുന്നു. അവസാനം സ്വനിർദ്ദേശാണ്. ആരാണോ കത്തെഴുതിയ ആള്, അയാളുടെ പേര്. അപ്പോൾ തുമാരാ പ്രിയ മിത്ര, നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അരുൺ ഗാന്ധി. ശേഷം എഴുതേണ്ടത് പത്ത, അഡ്രസ്സാണ്. അത് നമ്മൾ കത്തിന്റെ പുറത്ത് എഴുതുന്നതാണ്. അപ്പൊ അതിന്റെ താഴെയായിട്ട് എഴുതുക. ലെഫ്റ്റ് സൈഡില് സേവാമേം, സേവാമേം എന്ന് പറഞ്ഞാൽ ടു. നാം, പേര്, ആർക്കാണോ അയക്കുന്ന ആളുടെ പേര്, പത്ത, അവരുടെ അഡ്രസ്സ്. അവിടെ നാം പത്ത എന്ന് കൊടുത്താലും മാർക്കായി. വ്യക്തമായിട്ട് ഇന്ന ആൾക്ക് അയക്കണം എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ രീതിയിൽ കത്തെഴുതിയാൽ മതി. ഇതോടെ ഈ പാഠത്തിലെ എല്ലാ പഠന പ്രവർത്തനങ്ങളും അവസാനിക്കുകയാണ്. എല്ലാ കുട്ടികളും ഈ വീഡിയോ മുഴുവൻ കണ്ട് തൻ്റെ നോട്ട്ബുക്കിലേക്ക് അർത്ഥം മനസ്സിലാക്കി എഴുതിയെടുക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.